السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال سئل رسول الله صلى الله عليه وسلم عن أكثر ما يدخل الناس الجنة قال تقوى الله وحسن الخلق. وسئل عن أكثر ما يدخل الناس النار فقال الفم والفرج. رواه الترمذي. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സ്വർഗത്തിലേക്ക് അടുക്കുന്നതും നരകം തടുക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിലേക്ക് കൂടുതൽ ജനങ്ങളെ അടുപ്പിക്കുന്ന കാര്യമെന്ത് എന്ന ചോദ്യവും ശേഷമുള്ള ചോദ്യവുമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിലുള്ളത്. അതിൽ ആദ്യ ഭാഗം നമ്മൾ കേൾക്കുകയുണ്ടായി. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും സവിശേഷമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തഖ്വല്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതും, വഹിസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവിയായി തീരുക എന്നുള്ളതും. സ്വഹാബത്തിൽ നിന്ന് ആ ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ മറുഭാഗം കൂടി ചോദിക്കുകയാണ്. വസുഇല അൻ അക്സരി മാ യുദ്ഖിലുൻ നാസ അന്നാറ. അല്ലാഹുവിൻ്റെ റസൂലേ, നരകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളെ അടുപ്പിക്കുന്ന, പ്രവേശിപ്പിക്കുന്ന, നരകത്തിലേക്ക് വഴിവെട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരീരത്തിലെ രണ്ട് അവയവങ്ങളെ സംബന്ധിച്ചാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ യൽമനി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. ശരീരത്തിലെ രണ്ട് പല്ലുകൾക്കിടയിലുള്ള നാവിനെ സംബന്ധിച്ചും കാലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവത്തെ സംബന്ധിച്ചും ആര് എനിക്ക് ജാമ്യം നിൽക്കുന്നുവോ അവന് ഞാൻ സ്വർഗത്തിന് വേണ്ടി ജാമ്യം നിൽക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. പരസ്യമായ ജീവിതം പകുതിയിലധികം പേരുടെയും പരിപാവനമാണ്. പക്ഷേ രഹസ്യമായ ജീവിതം പൂർണ്ണമായും പരാജയവുമാണ്. അതിന് കാരണമായി തീരുന്ന ഒന്നാണ് നാവ് എന്നുള്ളത്, സംസാരം. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് ഖബർ മുതൽ തന്നെ അയാളുടെ ശിക്ഷ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ശരീരത്തിലുള്ള പല അസ്ഥിയും അവയവങ്ങളും ഒക്കെ അടങ്ങുന്നത് ഒരേ ഒരു അസ്ഥിയില്ലാത്ത അവയവത്തിലേക്ക് ചുരുങ്ങുമത്രേ. ആക്ഷേപങ്ങൾ മുഴുവൻ നീ കാരണമാണ് നാവെ ഈ ഖബറിലെ ശിക്ഷ അനുഭവിക്കുവാൻ കാരണമായി തീർന്നത് എന്ന്. അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു എങ്കിൽ അയാൾ രക്ഷപ്പെട്ടു. മറ്റൊന്ന് ലൈംഗിക സദാചാരമാണ്. നിയന്ത്രണം തഖ്വ കൊണ്ട് മാത്രമാണ് ശരിയായി തീരുക. മറ്റൊന്ന് സ്വഭാവത്തിൻ്റെ സവിശേഷതയും. നഷ്ടപ്പെട്ടാൽ തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ സൂറത്ത് മുഅ്മിനിലെ 19-ാമത്തെ ആയത്തിൽ കൂടി പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അവസ്ഥയെ സംബന്ധിച്ച്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. ഏത് കണ്ണ് കെട്ടിയാലും ഒളിപ്പിച്ചാലും മറച്ചു വെച്ചാലും രണ്ട് കണ്ണ് അള്ളാഹുവിൻ്റെത് കെട്ടാൻ കഴിയാത്ത, മറയ്ക്കാൻ കഴിയാത്തത് തന്നെ പിന്തുടരുന്നുണ്ട് എന്നൊരു ബോധവും ഉണ്ടായാൽ അല്ലാഹു പറയാ അവനറിയുന്നു ഖായിനത്തുൽ അയുൻ, കണ്ണിൻ്റെ കട്ടുനോട്ടം, വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നതും. മരിച്ച് 6 അടി മണ്ണിൽ അടങ്ങിയാലും മനസ്സിൽ എത്ര ഒളിപ്പിച്ചു വെച്ചാലും അത് കൊണ്ടുവരാൻ അള്ളാഹുവിന് നിഷ്പ്രയാസം സാധിക്കുമെന്ന് ചെറിയ സൂറത്തിൽ കൂടി നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ 100-ാമത്തെ അധ്യായം സൂറത്തുൽ ആദിയാത്ത്, അതിലെ 9ഉം 10ഉം ആയത്തിൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട് അഫലാ യഅലമു ഇദാ ബുഇസിറ മാ ഫിൽ ഖുബൂർ. അറിഞ്ഞുകൂടെ ഹൃദയം ഖബറുകളിലുള്ളത് അള്ളാഹു ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ? വഹിസ്സുല മാ ഫിസ് സുദൂർ, ഹൃദയങ്ങൾക്ക് ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് പുറത്തു കൊണ്ടുവന്നാലും എന്തായിരിക്കും അവസ്ഥ? നാണം കെട്ടുപോകും, മാനം കെട്ടുപോകും. ദുനിയാവിൽ നാണവും മാനവും അഭിമാനവും അവനവൻ്റേത് അവനവൻ സംരക്ഷിച്ചാൽ നാളെ പരലോകത്ത് വിജയം വരിക്കാൻ കഴിയും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇല്ല എങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട, ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടാൽ നാളെ ആളിക്കത്തുന്ന നരകത്തിൽ ഇന്ധനമായി തീരേണ്ടി വരും എന്ന താക്കീതും ഈ ഹദീസിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവ് കൊണ്ടുണ്ടാകുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുകയും സദാചാര വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എല്ലാവിധ പാകപ്പിഴവുകളും അല്ലാഹു പരിഹരിച്ച് മാപ്പാക്കി പുറത്ത് ഇരുലോകത്തും അവ നമുക്ക് അനുഗ്രഹമായി തീരുന്ന രൂപത്തിലായി തീരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തിന്മകൾക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും
നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായിട്ടുള്ള സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതത്തിന്റെ അവസാനം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും ബേജാറും വെപ്രാളവും വേദനയും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാമേരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.